തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന, ചിന്തിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതമാർഗത്തിൽ ഒരു വഴിവിളക്കായി നീ തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിൻ്റെ പുത്രൻ്റെ കൂടെ നടക്കാനുള്ള വലിയൊരു കൃപ നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. അവൻ്റെ വഴികൾ മനസ്സിലാക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നമ്മുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. സങ്കീർത്തനം 25:4 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ കുഞ്ഞ് ഇപ്പം മൂത്തവന് 6 വയസ്സായി. അവന് LKG പഠിക്കണ സമയത്ത് 2019 കാലഘട്ടങ്ങളിൽ വേദപാഠത്തിന് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ദിവസം ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത ഒരു വചനമാണ് ഈ സങ്കീർത്തനം 25:4. ഇതിപ്പോൾ കാണാതെ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ വോയിസ് അവനെ റെക്കോർഡ് ചെയ്യിപ്പിച്ച് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ കുഞ്ഞിനെ, അതായത് 4.5 വയസ്സുള്ള ഈ മോനെ ഈ വചനം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ വചനം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുമെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കുഞ്ഞിനെ പഠിപ്പിച്ചു. എന്നിട്ട് കുഞ്ഞെന്നും കിടക്കാൻ നേരത്ത് രാത്രി ഞങ്ങളുടെ നടുക്ക് കിടന്നിങ്ങനെ പറയും: കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ആഹ്മാനം മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. കർത്താവിൻ്റെ മാർഗങ്ങൾ ദൈവം മനസ്സിലാക്കി തരാൻ തുടങ്ങി, അവൻ്റെ വഴികൾ പഠിപ്പിക്കാൻ തുടങ്ങി. ശരിക്കും നമ്മൾ കർത്താവിൻ്റെ എന്തെങ്കിലും ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. പിന്നെ വ്യക്തികളിലൂടെയാണ് സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത്. ദൈവം ഡയറക്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്നും തരത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആവാം, ഒരു ആശയത്തിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെയൊക്കെ ആവാം കർത്താവ് നമുക്കിത് വ്യക്തമാക്കി തരുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ആ പയ്യനുമായിട്ട് ഞാനും അവനും കൂടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു: ജോർജ്, ഈ കണക്കും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, എന്ത് കണക്കും കാര്യങ്ങളും? ഈ വരവും ചിലവൊക്കെ ഒന്ന് ടാലി ചെയ്തൊക്കെയാണോ പോകുന്നത്? റെൻറ്റിനൊക്കെയല്ലേ താമസിക്കുന്നത്? കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓടുന്നത്? ഞാൻ പറഞ്ഞ അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യുന്നില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ശമ്പളം കിട്ടുന്നു, ചിലവാക്കുന്നു, പോകുന്നു. പെട്ടെന്ന് ആളുടെ പേര് സെൻ എന്നാണ്. സെൻ എന്നോട് പറഞ്ഞു, അതെ, അങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇത് കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കീപ്പ് ചെയ്യണം. എന്നിട്ട് എനിക്ക് പെട്ടെന്നൊരു മൊബൈൽ ആപ്പ് എടുത്ത് തന്നു. ആപ്പിൽ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ക്യാഷൊക്കെ എടുത്ത് വെളി വെപ്പിച്ചു. സോളിഡ് ക്യാഷ് എത്രയുണ്ട്, കാർഡിൽ എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട്, ഇതെല്ലാം എടുത്ത് വെപ്പിച്ചു. ഇതെല്ലാം അക്കൗണ്ട് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇൻകവും എക്സ്പെൻസും പെട്ടെന്ന് ചെയ്തു പോകാം. അങ്ങനെ ഒന്ന് ചെയ്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു മിറാക്കിൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഇത് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നും 4 മണിക്ക് ഓഫീസിൽ ചായ ഉണ്ട്. ചേച്ചി നമുക്ക് ചായ ഇട്ട് തരും. പക്ഷെ നമുക്ക് ഈ ചായ ഇറങ്ങത്തില്ല. നമ്മൾ അപ്പുറത്ത് ചെന്ന് മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട് അവിടുത്തെ കായലിൻ്റെ സൈഡിൽ തട്ടുകടയിൽ നിന്ന് ഒരു ചായയും കടിയും കഴിക്കണം. സുഖലോലുപത എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സാധനം. അന്നാളുകളിൽ സകലരുടെ മേൽ ഒരു കെണി പോലെ ഈ സാധനം വന്ന് വീഴും അല്ലേ? ദ്രവ്യാസക്തി, മദ്യാസക്തി, സുഖലോലുപത, ജീവിത വ്യഗ്രത ഒരു കെണി പോലെ വന്ന് വീഴുന്നവൻ. ഈ ഒരു സാധനം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ, പുറത്ത് പോയി ഒരു ചായ കുടിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ദിവസം ഒരു ചായക്കും കടിക്കും 20 രൂപ കൊടുക്കണം ഒരു ദിവസം. 1 മാസം ആയപ്പോൾ
30 ദിവസം 600 രൂപയായി. ഒരു വർഷമാകുമ്പോൾ 7200 രൂപയായി. ഈ 7200 രൂപയുടെ ചായയും കടിയും എനിക്ക് ഓഫീസിൽ കിട്ടുന്നുണ്ട്. വേണ്ട, അത് പയ്യെ കട്ട് ചെയ്യാൻ തുടങ്ങി. കട്ട് ചെയ്തിട്ട് ഞാൻ ഓഫീസിലെ ചായയിലേക്ക് മാറാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇത് കണക്കും കാര്യങ്ങളിങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഈ പർച്ചേസ് കുറയാൻ തുടങ്ങി. അവിടെയും കർത്താവ് നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം കർത്താവ് ഇങ്ങനെ ചിന്ത തന്നു, നിനക്ക് 4 കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഡയറക്ടറാണ്. ഓഫീസിലൊക്കെ ഒരു ഡയറക്ടർ ബോർഡ് കാണത്തില്ലേ, ഒരു ഡയറക്ടറായിട്ട് വെക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിലെ ഡയറക്ടറാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവന് സ്വാധീനമുണ്ട്, മാറ്റം വരുത്താനായിട്ട് അവന് അധികാരമുണ്ട്. അതിനാണ് നമ്മൾ ഹീസ് എ ഡയറക്ടർ എന്ന് പറയുന്നത്. അവൻ ഓരോ മേഖലകളും അഴിച്ച് പണിയിപ്പിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നിനക്ക് 4 രീതിക്ക് വേണേൽ പർച്ചേസ് ചെയ്യാം. അത്യാവശ്യ കാര്യങ്ങൾ, ആവശ്യ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, ആഡംബര കാര്യങ്ങൾ, 4 രീതിക്ക് വേണേൽ നിനക്ക് പർച്ചേസ് ചെയ്യാം. നിനക്ക് ഏത് വേണോ നിനക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യത്തെ കാറ്റഗറിയിലോട്ട് മാറാൻ തുടങ്ങി. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം വാങ്ങിക്കാൻ തുടങ്ങി. പച്ചക്കറിയൊക്കെ 1/4 കിലോ കണക്കാക്കി. 1/4 കിലോ ബീൻസ്, 1/4 കിലോ വെണ്ടയ്ക്ക, 1/4 കിലോ തക്കാളി, 1/4 കിലോ കിഴങ്ങ്, ഇതോ വാങ്ങിക്കത്തുള്ളൂ. കാരണം നമുക്കൊരു തോരൻ വെക്കണമെങ്കിൽ 1/4 കിലോ മൊത്തം എടുക്കും, എന്നിട്ട് നമ്മൾ തോരൻ വെക്കും. പക്ഷേ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ നമ്മൾ 1/2 കിലോ 1 കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇതിൽ നിന്ന് 1/4 കിലോ എടുക്കത്തുള്ളൂ തോരൻ വെക്കാനായിട്ട്. മൊത്തം വെട്ടിപ്പൊഴുകി നമ്മൾ കഴിക്കത്തില്ലല്ലോ. എന്നിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വെക്കും. ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നാളെ അത് ചെയ്യും, എടുത്ത് വേസ്റ്റ് ഡപ്പാക്കകത്ത് തട്ടും. ഒരു ദിവസം ഇതുപോലെ തട്ടിയപ്പോൾ കർത്താവിനോട് ചോദിച്ചു, എടാ ആ ബീൻസിന് എത്ര രൂപയായി? ഞാൻ പറഞ്ഞു 30 രൂപ. അല്ല, എത്ര രൂപയ്ക്ക് നിങ്ങൾ എടുത്തു? ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ടാവും, ഒരു 7.5 രൂപയുടെ എടുത്തിട്ടുണ്ട്. ബാക്കി 22.5 രൂപ അല്ലേ, 22.5 രൂപ വേസ്റ്റ് ഡപ്പാക്കകത്താണ് കിടക്കുന്നത്. ഈശോനോട് ചോദിച്ചു, ഈ 22.5 രൂപ ഉണ്ടാക്കാൻ നീ എത്ര മിനിറ്റ് കഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇത് വേസ്റ്റ് ഡപ്പാക്കകത്ത് തട്ടാനുള്ളതാണോ ഈ കഷ്ടപ്പാടിൻ്റെ വില? ഞാൻ അപ്പോഴെങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്, എൻ്റെ കർത്താവേ, എന്തുമാത്രം കാര്യങ്ങളാണ് ഇങ്ങനെ വേസ്റ്റായിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈവനൊരു പച്ചക്കറിയുടെ കാര്യം. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഈ പയ്യൻ തന്നെ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ജോർജെ, ഇങ്ങനെ ഒരു മിനിമലിസ്റ്റ് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ജീവിത രീതിയുണ്ട്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജീവിക്കുന്നതാണ്, ഒന്ന് പഠിച്ചു നോക്കുന്നതൊക്കെ നല്ലതാണ്. ഞാനതൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജ് തോന്നി. കാരണം അവർ പറയുന്ന ഇതാണ്, സീറോ വേസ്റ്റ്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് കൊണ്ടുപോകുന്നത്, സീറോ വേസ്റ്റ്. വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഫ്രാൻസിസ് പാപ്പ സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഏറെ ദുഃഖിച്ച ഒരു ഫാക്റ്റ് ഇതാണ്, ഈ ഭൂമിയിലെ മാലിന്യം കണ്ടിട്ടാണ്, വേസ്റ്റ് കണ്ടിട്ടാണ്. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഭയം വരാൻ തുടങ്ങി, വല്ല മഹാമാരികൾ, മഹാരോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമോ എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു. നാദാ നിനക്ക് സ്തുതി എന്നൊരു ചാക്രിക ലേഖനമുണ്ട്. അതിനകത്ത് പാപ്പ എഴുതിയിരിക്കുന്നത്, മനുഷ്യന് 3 ഘടകം മാത്രമല്ല, ശരീര മനസ്സ് ആത്മാവ് മാത്രമല്ല, അവനൊരു മണ്ണും കൂടെയുണ്ട്. കാരണം ഈ മണ്ണിൽ നിന്നാണ് വന്നേക്കുന്ന, മണ്ണിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് ആ മണ്ണിൽ ചവിട്ടുമ്പോൾ പോലും സൂക്ഷിച്ച് വേണം ചവിട്ടാനായിട്ട്. മണ്ണിലെ മാലിന്യം അതെന്നെ ഭീതിപ്പെടുത്തുന്നു എന്ന് പാപ്പ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കിടക്കുന്ന മണ്ണ് പോലും മലിനമായിക്കൊണ്ടിരിക്കുക, ശരിയല്ലേ? വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം എൻ്റെ പേഴ്സ് എടുത്ത് ക്ലീൻ ചെയ്തു. പേഴ്സ് എടുത്ത് ക്ലീൻ ചെയ്തപ്പോൾ ഒരു ഇത്രയും വേസ്റ്റ് ഉണ്ട്. 6 മാസം മുമ്പ് എടുത്ത ബസ് ടിക്കറ്റ് വരെ പേഴ്സിനകത്തുണ്ട്. ഇതെന്തിനാ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ബാഗ് എടുത്ത് ക്ലീൻ ചെയ്തു, അതിനകത്തുണ്ട് ഒരു ജങ്ക്സ്. ഇതെന്തിനാ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അലമാരി തുറന്നു നോക്കി, ഒരു 10-25 ഷർട്ട് ഇരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഇടത്തില്ല. ഞാൻ അതിനകത്തൊരു 5 എണ്ണം മാത്രം എടുത്ത് മാറ്റി വെച്ചു. നല്ലത് 5 എണ്ണം മതി ഒരു ആണിന് ജീവിക്കാനായിട്ട്. ഒരു 3 പാൻറ്റ് മതി ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട്. എന്തിനാ ഇങ്ങനെ ഈ ന്യൂ ഇയറിന് ഒരെണ്ണം, വാലന്റൈൻസ് ഡേക്ക് ഒരെണ്ണം, ഈസ്റ്ററിന് ഒരെണ്ണം, ബക്രീദിന് ഒരെണ്ണം, ഓണത്തിന് ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ച് കുമിക്കുന്നത്, ദീപാവലിക്ക് ഒരെണ്ണം, ക്രിസ്മസിന് ഒരെണ്ണം, ഇങ്ങനെ വാങ്ങിച്ച് കുമിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനായിട്ട് വേറെ അലമാരി വാങ്ങിക്കും, അല്ല കബോർഡ് വാങ്ങിക്കും. ഇതെല്ലാം കൂടി അവിടെ നിരന്നിരിക്കും സാധനങ്ങൾ. ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റുമോ? ഇതുപോലെ തന്നെ വൈഫിൻ്റെ ഡ്രസ്സ്, മക്കളുടെ ഡ്രസ്സ്, ഇതെല്ലാം ഇങ്ങനെ കുമിഞ്ഞിരിക്കുക. എല്ലാവർക്കും മിനിമൈസ് ചെയ്തു, ഒരു 5 ജോഡി വെച്ച് അങ്ങ് മാറ്റി. എന്നിട്ടിങ്ങനെ റീസൈക്കിൾ ചെയ്യും. അതിനുശേഷം ഞാൻ ഇതുവരെ ഒരു ഷർട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഉണ്ട്, ഇതൊരെണ്ണം കീറട്ടെ എന്നിട്ട് എടുത്താൽ മതിയല്ലോ. എന്തിനാ വെറുതെ എടുത്ത് കുമിച്ച് വെക്കുന്നത്? അതുപോലെ തന്നെ ഓരോ മേഖലയും പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് പിടിക്കാൻ തുടങ്ങി. കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് കർത്താവ് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു,
എല്ലാ ദിവസവും വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്. ഒരു ദിവസം അവിടെ ചെന്നപ്പം പറഞ്ഞു, നീ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച അതേ സാധനങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് നോക്ക്. ഒരു ദിവസം ഇങ്ങനെ തോന്നിപ്പിച്ചു. ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് നോക്കിയപ്പോൾ ആ സെയിം സാധനം അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 100-150 രൂപയുടെ വ്യത്യാസം കാണുക. അവിടെ കുറവാണ്. ഈ മനുഷ്യന് ലാഭം എടുത്തിട്ട് തന്നെയാണ് തരുന്നത്. വെറുതെ നമ്മളെന്തിനാണ് ഈ മനുഷ്യൻ്റെ ലാഭം തെറ്റിക്കുന്നത്? അവിടെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി ഓരോ സാധനം എവിടെ വാങ്ങിക്കും? ഇനി ഇറച്ചി വാങ്ങിക്കണം, അത് എവിടെ വാങ്ങിക്കണം? അല്ലെ പച്ചക്കറി വാങ്ങിക്കണം, ഇതെവിടെ വാങ്ങിക്കണം? പലചരക്ക് വാങ്ങിക്കണം, ഇതെവിടെ വാങ്ങിക്കണം? ഡ്രസ്സ് വാങ്ങിക്കണം, ഇതെവിടെ വാങ്ങിക്കണം? മരുന്ന് വാങ്ങിക്കണം, ഇതെവിടെ വാങ്ങിക്കണം? ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം? ഇതെല്ലാം കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി. എല്ലാം റീഅറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻറ്റയർ തിങ് മാറ്റം വരാൻ തുടങ്ങിയപ്പോൾ പയ്യെ ബാലൻസ് വരാൻ തുടങ്ങുക. എനിക്ക് ഭയങ്കര മിറാക്കിളായി. കാരണം ഇതുവരെ അങ്ങനെ ബാലൻസ് ഇല്ല. അങ്ങനെ പൈസ ഇങ്ങനെ വരുന്നു, നമ്മൾ റെൻറ്റ് കൊടുക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നു, സംഭവം തീർന്നു. ഇനി പെട്ടെന്ന് ഒരു 15,000 രൂപയുടെ ആവശ്യമുണ്ട്. എൻ്റെ വൈഫിൻ്റെ കയ്യേലയോ കഴുത്തേലയോ ഊരണം, ചെന്ന് പണയം വെക്കാനായിട്ട്. എന്നിട്ട് ഈ സാധനം പണയം വെച്ചാൽ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. കാരണം ആവശ്യത്തിന് ഓടിക്കൊണ്ട് വെക്കുന്നതാണേ. പിന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം. എന്നിട്ട് അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റാതെ വേറെ എന്തെങ്കിലും റോൾ ചെയ്യുമ്പോൾ അടുത്തത് കൊണ്ട് വയ്ക്കും. ഇങ്ങനെ ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തിൻ്റെ പണയം ഇരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കാനാ? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അവസാനം ഇനി പോയാൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം എടുത്ത് ഡിസ്പോസ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയമാണത്. ആ സമയത്താണ് ഈ വ്യക്തിയിലൂടെ കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരുന്നത്. അത് ഈ ഒരു വചനം കൊണ്ട് പ്രാർത്ഥിച്ചപ്പെടാം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. ബാലൻസ് വരാൻ തുടങ്ങി. ആദ്യത്തെ മാസം തൊട്ട് പിടിക്കാൻ തുടങ്ങി. 2019 ഒരു സെപ്റ്റംബർ മാസമാണ് തുടങ്ങിയത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം പിടിച്ചു. നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു എമൗണ്ട് ബാലൻസ് വന്നു. ഇപ്പം നവംബറിൽ 2019 എൻ്റെ വൈഫിൻ്റെ തേർഡ് ഡെലിവറിയാണ്. അപ്പം സാധാരണ ഇങ്ങനെ ഡെലിവറി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊണ്ട് പണയം വയ്ക്കും, അല്ലെങ്കിൽ ആരുടെ നിന്നും റോൾ ചെയ്യും, എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അടുത്ത പണയം വയ്ക്കും. ഇതായിരുന്നു രീതി. പക്ഷേ ഈ സമയത്ത് ഈ ഡെലിവറിക്കുള്ള എക്സ്പെൻസ് മൊത്തം നമുക്ക് ബാലൻസ് വന്നു. 5 പൈസ എനിക്ക് റോൾ ചെയ്യേണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ടും ബാലൻസാണ്. ഇനി അത് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം അതും കർത്താവ് പറഞ്ഞു തന്നു. വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല അവിടെ. അതും കർത്താവ് അത്ഭുതകരമായിട്ട് നയിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീണ്ടും ടൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ തന്നെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. പർച്ചേസ് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഇല്ല. അതിന് വീട് മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 75% സാധനങ്ങളും ഉപയോഗിക്കാത്ത സാധനമാണ്. ഇതെല്ലാം വേസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ഡിസ്പോസ് ചെയ്യേണ്ടത് ഡിസ്പോസ് ചെയ്തു. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തു തീർത്തു. ഇനി ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പോയി കഴിയുമ്പോൾ ആരെയൊക്കെയോ പ്രതീക്ഷിച്ച് കപ്പും സോസറൊക്കെ ഷോക്കേസിൽ വെച്ചേക്കുന്ന കാണാം. ഇതാരെ പ്രതീക്ഷിച്ചാന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. ഇനി ആദ്യം ഞാൻ ക്ലീൻ ചെയ്തത് എൻ്റെ പ്രാർത്ഥനാ ഷെൽഫാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ ആകെ കൺഫ്യൂഷനാണ്. ആരെ നോക്കി പ്രാർത്ഥിക്കണം? കരുണയുടെ ഈശോയെ നോക്കണോ? തിരുഹൃദയത്തെ നോക്കണോ? കുരിശെ നോക്കണോ? മാതാവിനെ നോക്കണോ? അന്തോണീസിനെ നോക്കണോ? യൂദാസ്ലീഹയെ നോക്കണോ? ഗീവർഗീസിനെ നോക്കണോ? ആകെ കൺഫ്യൂഷനാണ്. എല്ലായിടത്തും മാറ്റി. ഒരു കരുണയുടെ ഈശോയെ വെച്ചിട്ടുണ്ട്, ഒരു ക്രൂശിത രൂപമുണ്ട്, ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. അത് മതി. സംഭവം വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ ഇത് എവിടെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കും? അതിന് പോലും അവിടെ പോലും വേസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലായിടത്തു നിന്ന് കിട്ടുന്ന ഈ പ്രാർത്ഥന തൈലങ്ങളൊക്കെ എല്ലാം നല്ലതാണ്, അത് ഉപയോഗിച്ച് തീർക്കണം. ഇതിങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഉറുമ്പിന് തീറ്റിക്കാനുള്ളതല്ല. അത് നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിച്ച് തീർത്തേക്കുക. അല്ലെങ്കിൽ പിന്നെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വാങ്ങിക്കുന്നത്? അത് വേസ്റ്റ് ആകുമല്ലേ സാധനം. പിന്നെ ഇത് നമുക്ക് കളയാനായിട്ടൊരു ശങ്ക, ഇതെങ്ങനെയാണ് കളയുന്നത്? അല്ലെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് നമുക്കൊരു വിഷമം. ഇതൊക്കെ എന്തിനാണ് വെറുതെ നമ്മുടെ ഈ മനസ്സിനായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? എൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയല്ലേ? അത് എല്ലാം അത്യാവശ്യത്തിന് മതി. അങ്ങനെ ഈ വേസ്റ്റ് കംപ്ലീറ്റ് മാറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം വീടിൻ്റെ നടുക്ക് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്. ഞാനും എൻ്റെ മോനും കൂടി ഷട്ടിൽ കളിക്കുന്ന വീട്ടിൻ്റെ നടുക്കാണ്. കാരണം അത്രയും സ്പേസായി. സാധനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ പൊടിയില്ല, പിള്ളേർക്ക് അലർജി ഇല്ല. അല്ലെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കാം. ഒരു ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ആരെങ്കിലും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഉള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവിടെയും പൈസ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ നമ്മുടെ? അല്ലേ, നമുക്ക് കിട്ടുന്ന വരുമാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അവിടെയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും കുറയുന്നില്ല. അലർജിയാണ്, വിഷയമാണ്.
പിന്നെ പുറത്തുനിന്നുള്ള ഒരൊറ്റ ആഹാരം ഇല്ല വീട്ടിൽ, എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബേക്കറി ഐറ്റംസ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്, വേറെ കുഴപ്പമില്ലല്ലോ. ഇനി പിള്ളേർക്ക് അത്യാവശ്യം വേണമെങ്കിൽ വല്ല ബിസ്ക്കറ്റോ ബ്രെഡോ എല്ലാം ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കത്തുള്ളൂ, അതല്ലാതെ വേറൊരു സാധനമില്ല. എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ പച്ചക്കറികളൊക്കെ അങ്ങ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ആരോഗ്യമൊക്കെ നല്ല നല്ല മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി, രോഗങ്ങൾ ചെറുക്കാൻ തുടങ്ങി. അങ്ങനെ പൈസ ബാലൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ബാലൻസ് വെച്ച് വന്നപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മഹാമാരിയുടെയൊക്കെ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ സാലറിയൊക്കെ പെൻഡിങ് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ അക്കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് കാറ്റഗറൈസ് ചെയ്യും. ഫുഡിന് ഇത്ര, ഹെൽത്തിന് ഇത്ര, അല്ലെ ഇങ്ങനെ ബ്യൂട്ടിക്ക് ഇത്ര, അല്ലെ ചാരിറ്റിക്ക് ഇത്ര കൊടുത്തു, ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ഇത്ര പോയി. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫുഡിന് ഇത്ര രൂപ വേണം, വീട്ടിൽ ഇത്ര രൂപ ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് ഫുഡിന് മാത്രം ഒരു മാസം എൻ്റെ വീട്ടിൽ ഒരു 18,000 രൂപ തൊട്ട് 20,000 രൂപ വരെ വരും, ഇൻക്ലൂഡിങ് കുക്കിംഗ് ഗ്യാസ് ആൻഡ് മിൽക്ക്. ഈ ഒരു സാധനം ഇങ്ങനെ കണക്കൊക്കെ നോക്കാൻ തുടങ്ങി. നമ്മൾ പിടിച്ച് പിശുക്കൊന്നും അല്ല കേട്ടോ, പിശുക്കിയിട്ടില്ല, ഒരു കാര്യത്തിലും പിശുക്കിയിട്ടില്ല. വീട്ടിൽ നല്ല ലാവിഷായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടും നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ക്രമപ്പെടുത്തി, ഓരോന്ന് എവിടുന്ന് എപ്പം എത്ര ഇങ്ങനെ ഒന്ന് ക്രമപ്പെടുത്തി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ആ ഒരു സാധനം ഒരു 9,000-നും 10,000-നും ഇടയ്ക്ക് നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒരു 10,000 രൂപ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം ബാലൻസ് വരുന്നുണ്ട്. ഒരു വർഷം നോക്കുമ്പോൾ നമുക്ക് 1,20,000 രൂപ ബാലൻസാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ദൂർത്തടിക്കുന്ന മാത്രം. അങ്ങനെ ഓരോ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പൈസ ബാലൻസ് വയ്ക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കിയേ. പലരും കടബാധ്യതയാണെന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കടബാധ്യതയ്ക്ക് വഴി തെളിച്ച് തരണമേ, ഇത് ഇവിടെ നിന്നും കുടഞ്ഞിട്ട് തരത്തില്ല കർത്താവ്. വയലിലെ നിധി എന്നൊക്കെ പറഞ്ഞത് ഇതാണ്, ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ കടം വീട്ടാൻ പറ്റും. നമുക്ക് സ്വർണത്തിനൊക്കെ അടയ്ക്കാൻ തുടങ്ങി പൈസ, അതിനു മുമ്പ് അടയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ തുടങ്ങി. റീഅറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വന്നപ്പോൾ പൈസ ബാലൻസ് വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഫുഡിന് ഇത്ര രൂപ വേണം, ഹെൽത്തിന് ഇത്ര രൂപ വേണം, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് ആൻ എമർജൻസി ഫണ്ടാണ്. അതൊരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. ഇത്ര രൂപ വരുന്നത് ഒരു മാസത്തേക്ക്, കാരണം നിനക്കിപ്പം ഒരു മാസം ജോലി ചെയ്യാൻ പറ്റിയില്ല, ഇത്ര രൂപ നിനക്ക് വീട്ടിൽ വേണം. ഇനി 2 മാസം ജോലി ചെയ്യാൻ പറ്റിയില്ല, × 2 വേണം. ഇനി 6 മാസത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, × 6 അതെപ്പോഴും നിൻ്റെ കയ്യിലുണ്ടാവണം ഒരു 6 മന്ത്സിലേക്ക്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു, പെട്ടെന്ന് നാളെ സുപ്രഭാതത്തിൽ നമുക്കൊരു ജോലി കിട്ടത്തില്ല, ശരിയല്ലേ? അത് ഇന്നത്തെ സിറ്റുവേഷനില്ല. അപ്പം ഒരാഴ്ച പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലുള്ളെങ്കിലോ നമ്മൾ എന്തുമാത്രം സ്ട്രെസ്ഡാണ്. ഇനി പെട്ടെന്ന് എവിടെയെങ്കിലും കയറാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ 6 മാസത്തെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ 6 മാസത്തെ ടൈമും നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമാണ്. കർത്താവിനോട് നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് വേണം, നീ പോയി സ്വസ്ഥമായിട്ട് കൂടി 2-3 ധ്യാനമൊക്കെ കൂടി സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നല്ലൊരു തീരുമാനം എടുത്ത് ഒരു 2-3 മാസം കഴിയുമ്പം നിനക്ക് സേഫായിട്ട് ഒരു സ്ഥലത്ത് കയറാൻ പറ്റും. കാരണം അതിനുള്ളൊരു സ്പേസ് നിനക്ക് ഉണ്ട്, നീ കരുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അത് വീട്ടുകാരുടെ പൈസ ആശ്രയിച്ചൊന്നും നമ്മൾ നിൽക്കരുത്, കാരണം അതെന്തും സംഭവിക്കാം, ശരിയല്ലേ? ഒരു രോഗം വീട്ടിലേക്ക് കടന്നു വന്നാൽ മതി, ഈ കൂട്ടി വെച്ചേക്കുന്ന സമ്പത്ത് മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അത് മതി. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റീതിങ്ക് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ 2-3 മാസമൊക്കെ സാലറി പെൻഡിങ്ങായി ആകെ ടൈറ്റ് വന്നു. ആ ടൈറ്റ് വന്നപ്പോൾ കർത്താവ് നമ്മളെക്കൊണ്ട് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യിപ്പിച്ച് ഒരു 3 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് മാറ്റിവെപ്പിച്ചു. ഇതാണ് ദൈവം ചെയ്യുന്നത്. അതല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാനായിട്ട് ആ സമയത്ത് ഒരാളെ കാണിച്ചു തരുമല്ല ദൈവം ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് തന്നെ സൂചന തന്ന് നേരത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും റീഓർഡർ ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് തന്നെ മിച്ചം പിടിപ്പിച്ച് കർത്താവ് മാറ്റിവെക്കും. അതാ വചനം വ്യക്തമായിട്ട് പറയുന്നത്. സങ്കീർത്തനം 25:4, കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. ഇതൊക്കെ ദൈവത്തിൻ്റെ മാർഗമാണ്, ദൈവത്തിൻ്റെ വഴികളാണ്. അവൻ്റെ വഴിയെ നടക്കുമ്പോൾ ഒന്ന് നമ്മൾ സംതൃപ്തരാണ്, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവും. കാരണം ഇച്ചിരി പൈസ ബാലൻസ് വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബലമാണേ, ശരിയല്ലേ? എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 20,000 രൂപ എടുക്കാനുണ്ട് കയ്യിൽ, അതൊരു ബലമല്ലേ? ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമുക്ക് ടെൻഷനില്ല, ശരിയല്ലേ? പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, നമുക്ക് എങ്ങും ഓടേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര രൂപ ബാലൻസ് നമുക്കുള്ളൂ, ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു കല്യാണത്തിന് നമുക്ക് പോകണം, ഇനി പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് ഇട്ടുകൊണ്ട് പോകണോ വേണ്ടേ? നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി കാറിന് പോകണോ ബസ്സിന് പോകണോ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി ബൈക്ക് എടുത്തുകൊണ്ട് പോകണോ പ്ലാൻ ചെയ്യാം. നടന്നു പോകണോ പ്ലാൻ ചെയ്യാം.
ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണോ, ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണോ, പ്ലാൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു ഹീസ് എ ബിഗ് ഒരു പ്ലാനറായിരുന്നു അയാൾ നല്ലൊരു പ്ലാനറായിരുന്നു. കാരണം ചുമ്മാ 3 വർഷം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് പോയതൊന്നുമല്ല. ഈസ് എ മാസ്റ്റർ പ്ലാനർ. ആളെ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെയാണ് പോകുന്നത്, അല്ലേ? ഈ പ്ലാനിങ് ആണ് ഗെത്സമൻ തോട്ടത്തിൽ കയറിയിരുന്ന് പിതാവിനോട് ചോദിച്ചു, പിതാവേ ഞാൻ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പിതാവ് ലിസ്റ്റ് ഇട്ട് തന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് ആളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ എക്സിക്യൂഷനെ അവിടെ നടപ്പാക്കിയത്. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കണം, ചോദിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് നയിക്കാൻ തുടങ്ങി, ബാലൻസ് വരാൻ തുടങ്ങി, വേസ്റ്റ് കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് മാറ്റാൻ തുടങ്ങി, വേസ്റ്റ് ഇല്ലാതാവാൻ തുടങ്ങി. കാരണം ഈ പർച്ചേസ് കുറയുമ്പോൾ ഈ വേസ്റ്റ് കുമിഞ്ഞു കൂടും. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ എങ്ങും നടക്കുന്നില്ല. ഇതുപോലെ സാധനം വാങ്ങിച്ച് കുമിക്കുന്ന വേറൊരു ജനസമൂഹമില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മൂത്തവനെയും കൊണ്ട് അവൻ്റെ LKG പഠിക്കുന്ന സമയത്ത് തന്നെ, ആ സമയം ഒരു നല്ല സമയമായിരുന്നു. കാരണം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ മാർഗ്ഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കുഞ്ഞിനെയും കൊണ്ട് PTA മീറ്റിങ്ങിന് പോയി. സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു OCD വൈദികനാണ് ഒരു ക്ലാസ് എടുക്കാൻ വന്നത്. ആ വൈദികൻ ഇങ്ങനെ ഒത്തിരി പ്രായമുള്ള അച്ഛനാണ്. അച്ഛനിങ്ങനെ പറയുവാണ്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചോദിച്ച് കരയുമ്പോൾ നമ്മൾ കരയാതിരിക്കാൻ വേണ്ടി കൊടുക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സാധനം ചോദിച്ച് കരയും. ഇങ്ങനെ വാങ്ങിച്ച് ശീലിക്കുന്ന കുഞ്ഞ് വലുതായി കഴിഞ്ഞിട്ട് ജോലിയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഈ സാധനം വാങ്ങിച്ച് തീർക്കും. എന്ത് കണ്ണി കണ്ടാലും വാങ്ങിക്കും. ഒരു നല്ല ഷർട്ട് കണ്ടാൽ വാങ്ങിക്കും, നല്ല വണ്ടി കണ്ടാൽ വാങ്ങിക്കും, നല്ല മൊബൈൽ കണ്ടാൽ വാങ്ങിക്കും. ഇതിങ്ങനെ വാങ്ങിച്ച് കുമിച്ചുകൊണ്ടേയിരിക്കും. 5 പൈസ ബാലൻസ് വയ്ക്കത്തില്ല. അതേ സമയം ഒന്ന് ചോദിച്ച് കരയത്തേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കണ്ട, കൊടുത്ത് പഠിപ്പിക്കാതെ ഒന്നോ കരയത്തുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസമോ കരയത്തുള്ളൂ, പിന്നെ കരയത്തില്ല. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ഏതെങ്കിലും ടോയ്സ് മാർക്കറ്റിനകത്ത് പോലും ധൈര്യമായിട്ട് പോവാം. ഒന്നും ചോദിക്കത്തില്ല. ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട്. അതുകൊണ്ട് ചോദിക്കത്തില്ല. ഇങ്ങനത്തെയൊക്കെ ശീലങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നാണ് വരുത്തുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ മാർഗ്ഗങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. ഇതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പ്രാവർത്തികമാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതം ഒന്ന് അനലൈസ് ചെയ്യും, എൻ്റയർ തിങ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എവിടേക്കാണൊന്ന് മാറ്റം വരുത്തേണ്ടത് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക. കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ കൊടുക്കാം, നമ്മുടെ വരുമാനത്തെ കൊടുക്കാം, നമ്മുടെ ജീവിത വരുമാന മാർഗ്ഗങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിക്കാം. കർത്താവേ നിൻ്റെ മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിൻ്റെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ സമ്പത്ത് വിനിയോഗിക്കാനുള്ള വഴികൾ മുഴുവൻ കർത്താവേ നീ ഒന്ന് പറഞ്ഞു തരണമേ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് കർത്താവേ നീ ഒന്ന് മനസ്സിലാക്കി തരണമേ. ബാലൻസ് വരാനായിട്ട് നീ അനുഗ്രഹിക്കണമേ കർത്താവേ. മിച്ചം വരട്ടെ, കുടുംബങ്ങളിൽ സമ്പത്ത് മിച്ചം വരട്ടെ. സമ്പത്ത് ദൂർത്തടിക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനം കർത്താവേ നീ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. യെശയ്യാ 22:22 വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ നിൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നീ അടച്ചാൽ ആരും തുറക്കില്ല, നീ തുറന്നാൽ ആരും അടയ്ക്കില്ല. കർത്താവെ സമ്പത്തിൻ്റെ മേഖലകളിൽ ഒരു തുറവിയുണ്ടാവട്ടെ. അത് നാശം വിതയ്ക്കുന്ന സകല തിന്മകളും കർത്താവെ കുടുംബത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ. നീ ക്രമീകരിക്കണമേ, വഴികൾ തുറക്കണമേ കർത്താവെ, നീ ക്രമീകരിക്കണമേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ, മാംസം ധരിക്കട്ടെ. കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിൻ്റെ വഴികൾ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിൻ്റെ പുത്രൻ്റെ മാർഗം മനസ്സിലാക്കാനും നിൻ്റെ പുത്രൻ്റെ വഴിയെ നടക്കാനുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ.